ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചെറിയ വീഡിയോ കണ്ടാലോ? ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ആയി കേട്ടോ. ഇന്നൊരു ലോങ് വീഡിയോസ് ഇനി മുതൽ തുടർച്ചയായി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കിന്നൊരു RTO ഓഫീസ് വരെ പോകണം. അതിൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ. RTO ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കിട്ടുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് RTO ഓഫീസിലോട്ട് പോകുന്നത്? അത് ഞാൻ 2 വീലറിനും 4 വീലറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 വീലർ 2 പ്രാവശ്യം കാര്യമായിട്ട് പൊട്ടിയതിൻ്റെ പേരിൽ 2 വീലർ വേണ്ട 4 വീലർ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അപേക്ഷ കൊടുക്കണം. അതിന് വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ്. അപ്പം സൺസ്ക്രീമൊക്കെ തീർന്നു പോയി. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ അങ്ങോട്ട് ഒരുങ്ങുകയാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുക. അവർ വരുന്നതിന് മുന്നേ വരണം. അതിന് വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങുന്നത്. കാരണം മോള് ചെറിയ ആളല്ലേ, അയാൾ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എത്തണം. കാരണം അയാളല്ലേ വണ്ടിയിൽ നിർത്തിയിട്ട് ഒറ്റയ്ക്കായിപ്പോൾ. അങ്ങനെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ഇതാണ് ഞാൻ ഒരുങ്ങിയ ലുക്ക്. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ ഞങ്ങളെന്നാൽ പോയിട്ട് വരാം. പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ മാളും ഉണ്ട്. മാളു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അത് എൻ്റെ ചേട്ടത്തിൻ്റെ മോളാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടാണ്. ബസ് സ്റ്റോപ്പ് വരെ ശകലം നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് വേണം ബസ് കയറി പോകാൻ. അങ്ങനെ അവളെന്നെ 2 വീലർ പൊട്ടിയതിനെക്കുറിച്ച് കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരോടെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി RTO ഓഫീസിലെത്തി. കാരണം ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ 2 വീലർ 4 വീലർ ഞാൻ നല്ലോണം ഓടിക്കുന്ന ആളായിരുന്നു എന്ന് ചോദിച്ചാൽ 2 വീലർ നല്ലോണം ഓടിക്കുമായിരുന്നു. അത് പൊട്ടിയും ചെയ്ത് 4 വീലർ ടെസ്റ്റിന് വേണ്ടി മാത്രം പഠിച്ചതാണ് കേട്ടോ. നീക്ക വന്നിട്ട് വേണം അതൊന്ന് കൈ തെളിയിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ RTO ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കയറിയിട്ട്, പിന്നെ ഇത് നമ്മുടെ താലൂക്ക് ഓഫീസും കൂടെ കൊട്ടാരക്കര കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരാളോട് ചോദിച്ചിട്ട് സാറിരിക്കുന്ന ഓഫീസ് എവിടെയെന്ന് വെച്ചപ്പോൾ സാറിരിക്കുന്ന ഓഫീസ് കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങളൊരു അപേക്ഷ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ വന്നൊരു അപേക്ഷയൊക്കെ എഴുതി. അപേക്ഷ എഴുതി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ആ അപേക്ഷ എഴുതുന്ന ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയി. അപേക്ഷയും കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കും. പക്ഷേ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചൊവ്വയെ കാണാൻ പറ്റുന്നില്ല. ആ കാണുന്നതാണ് കേട്ടോ ഗണപതി അമ്പലം. നമുക്കിവിടെ തൊട്ടപ്പുറത്ത് സൈഡിലാണ് കേട്ടോ. അത് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കടയിൽ കയറി. മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു സ്കൂളിൽ കൊടുക്കാൻ കൊണ്ടുപോകാൻ തലയെ കുത്തുന്നതും ഒക്കെ ആയിട്ട്. തലയെ കുത്താൻ സ്ലൈഡും മാലയൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ അവിടെ 2 ഇത്തമാർ. ആ ഇത്തമാർ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു ചെറിയ ചാനലുണ്ട്, അതിലിടാനാണ് പറഞ്ഞു. അങ്ങനെ അവർ നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ പറക്കിയൊക്കെ തന്നിട്ട് നല്ല കളക്ഷൻസൊക്കെ ഉള്ള നല്ലൊരു കടയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ആ ഇത്താമാരുടെ അടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് കത്തിയൊക്കെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഇത്തമാർ കുറേ ഇങ്ങനെ മൂക്കോരോന്നൊക്കെ പറയട്ടെ. അപ്പോൾ അവിടെ നിന്ന് ആ കടയിലെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ നിൽക്കുന്ന ആൾ. അപ്പോൾ അത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്നോട് ചാനലൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ് മാസ്ക് ഒന്നും എടുക്കുന്നത്. ഇത്തമാർ ആ മാസ്ക് എടുപ്പിച്ചിട്ട് വീഡിയോ എടുത്താൽ ഭയങ്കര നാണം വീഡിയോയിലോട്ട് വരാമോ മാസ്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇത്തയുടെ വീഡിയോ അപ്പോൾ ഇത്തായി പറഞ്ഞു എൻ്റെ എടുക്കല്ലേ പോളെ. അങ്ങനെ ഞങ്ങൾ ഇത്തയുടെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് നേരെ ഇറങ്ങി അപ്പുറത്ത് ബേക്കറി പോയി. തൊട്ടപ്പുറത്തൊരു ബേക്കറിയാണ്. അവിടെ പോയി ഞങ്ങൾ മീറ്റ് റോളും ഒരു ലെമൺ ജ്യൂസും കുടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് നാളെ പോകുന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് നേരം ചർച്ച ചെയ്ത് മക്കൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചല്ലോ. അപ്പോൾ അവർക്കൂടെ ഉള്ളതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ പോകാൻ നേരത്തപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. കാരണം ഞാൻ പിന്നെ 2 വീലർ പൊട്ടിപ്പോയതിനെക്കുറിച്ചൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ 2 വീലർ നല്ലോണം ഓടിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് കയറി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ മോള് വരുന്നതിനെ പറ്റി ഇങ്ങനെ എത്തണമായിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ ഫ്രണ്ട്സ്.